ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. നിങ്ങളെൻ്റെ ബാക്കി വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇതേ മൾട്ടിപ്ലെയറാണ് കളിച്ചിട്ടുള്ളത്. ഇന്നാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വരുന്നത്. നമ്മൾ റോബ്ലോസാണെന്ന് കളിക്കാൻ പോണേ. റോബ്ലോസിൽ ദി റിസോർട്ട് എന്ന് പറഞ്ഞ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോണത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഗെയിമാണ്. ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ശരിക്കും ഒറ്റയ്ക്കാണ്. ഗെയിം തുടങ്ങി. ഒരു പുഴേൻ്റെ സൈഡാണ് ഇപ്പം കാണിക്കുന്നത്. ബോട്ടിൽ നമ്മളല്ലേ വരുന്നത്. നമ്മൾ ബോട്ടിൽ വന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങണം. ക്യാമറ എടുക്കാൻ പറഞ്ഞ ബാഗിൽ നിന്ന് ആരായത്? ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഗെയിം ലാഗാവുന്നുണ്ട്. നമ്മളിങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലെന്ന് പറയുന്നു. Just take a picture this place just in case. നമ്മളിവിടുത്തെ ഫോട്ടോ എടുക്കണം ക്യാമറ വെച്ച്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ നമുക്ക് നോക്കാൻ പറ്റൂല. റിസോർട്ടിലോട്ട് പോകാൻ കാണിച്ചിട്ടുണ്ട്. വഴി ഓടിപ്പോവാം. സ്റ്റാമിന ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ആ പച്ച ബാർ കണ്ട്, അതാണ് സ്റ്റാമിന. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതാണ് റിസോർട്ട്. എന്ത് വലുതാണ്! ഇത്രയും വലിയ റിസോർട്ടായിരുന്നു. നമ്മളിവിടെ എന്തിനാണ് വന്നതെന്നൊന്നും അറിയത്തില്ല. വെൽക്കം ടു ദി റിസോർട്ട്. Okay, tag to the woman. ഗൈസ്, നമ്മളിവിടെ ഡിറ്റക്റ്റീവായിട്ടാണ് വന്നത്. ഇവിടെ പോലീസിനെ കണ്ടുപിടിക്കാത്ത ഒരു മർഡർ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിറ്റക്റ്റീവായിട്ടാണ് ഈ റിസോർട്ടിലോട്ട് വന്നത്. എലിനാറ ഈ റിസോർട്ടിൻ്റെ ഡയറക്ടറാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നമ്മളൊരു ഗ്രേറ്റ് ഡിറ്റക്റ്റീവാണെന്ന് പറയുന്നു. താങ്ക് യു. ജെൻകിൻസ് ഇതാരാ? ഓഫീസർ ജെൻകിൻസ്. ഗൈസ്, ഇവൻ്റെ പേര് ജെൻകിൻസ് എന്നാണ്. ഇവൻ പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്തതാണ് ഈ മർഡർ എന്ന്. നമുക്കെന്തായാലും കണ്ടുപിടിക്കാം. നമുക്കിവിടേക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മളെ കൊണ്ടൊന്നും പറ്റൂലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്നാലും നമുക്ക് കണ്ടുപിടിക്കാം. എന്തോ ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആരെ ക്വസ്റ്റ്യൻ? കേസിനെ പറ്റിയുള്ള എന്താണെന്ന് ചോദിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോരുത്തരുമായിട്ട്. ഈ സെബാസ്റ്റ്യൻ ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ മരിച്ചത്. സെബാസ്റ്റ്യനാണ് മരിച്ചതെന്ന്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോൺലി ആയിട്ടുള്ള ആളാണ്. വേറെ ആയിരത്തൊന്നും മിങ്കിൾ ചെയ്യാത്ത റിച്ച് ഫാമിലിയിലെ ആളായിരുന്നു. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഈ സെബാസ്റ്റ്യനെ കൊന്നതെന്നാണ് ഇവൾ ഐശ്വര്യ പറയുന്നത്. നമുക്കിനി ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കണം.
ഈ റിസപ്ഷനിൽ ഇരിക്കുന്നവനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ പേര് ജോർജ് എന്നാണ്. ഇവനെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഇനി ജെയിൻ്ററിൻ്റെ അടുത്ത് സംസാരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് ജെയിൻ്റർ. സെബാസ്റ്റ്യനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. എൻ്റെ പേര് ഫ്രാങ്ക് എന്നാണ്. ഇവൻ്റെ പേര് ഫ്രാങ്ക് എന്നായിരുന്നു. ഇവൻ സെബാസ്റ്റ്യൻ്റെ 304 എന്ന് പറഞ്ഞ റൂമിൽ അവിടെ സൈഡിൽ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ എന്തോ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഇവൻ നോക്കിയില്ല. കാരണം ഇവിടുത്തെ മാനേജർ പറഞ്ഞ് അങ്ങനെ സൗണ്ടൊന്നും കേട്ടാൽ നോക്കരുത്, ഇവിടുത്തെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവൻ നോക്കിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവനിൽ എന്തോ പന്തികേടുണ്ട്. ഇവനെ നോട്ടിട്ട് വെച്ചോ ഫ്രാങ്ക്. ഇനി എലനോവയുടെ അടുത്ത് പോയി സംസാരിക്കണം. ഇവിടെ ബാക്കിയുള്ള ക്ലൂസ് എല്ലാം തപ്പി കണ്ടുപിടിക്കുക. ഇതാണ് എലനോറ, ഇവിടുത്തെ ഡയറക്ടർ. എലനോറനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രാങ്കിൻ്റെ അടുത്ത് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറയുന്നു. ഫ്രാങ്ക് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇവനെനിക്ക് സംശയമുണ്ട്, ഇവൻ്റെ എന്തോ കുഴപ്പമുണ്ട്. നമ്മളിനി ലിഫ്റ്റിൽ കയറി മണ്ടയോട്ട് പോകാം, 304 എന്ന് പറഞ്ഞ റൂമിലോട്ട്. ഞാൻ റെഡിയാണ്, വാ പോവാം. നമ്മൾ 5ാമത്തെ ഫ്ലോറിലോട്ടാണ് പോകുന്നത്. എത്തിയില്ലേ? എത്തി. ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാനേ. ഞാൻ എന്നിട്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുക. ഈ സംസാരിക്കുന്നതിൽ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം. ഈ 502ാമത്തെ റൂമിലാണ് മർഡർ നടന്നേക്കുന്നത്. ഈ സെബാസ്റ്റ്യൻ്റെ ബോഡി കിടന്നത് ഇവിടെയാണ്. അതുകൊണ്ട് അവിടെ വരച്ചിട്ടേക്കുന്നുണ്ട്. ഇവിടെ കുറേ ക്ലൂസും ഉണ്ട്. അതെല്ലാം നമ്മളിനി ഫോട്ടോ എടുക്കുകയും അതൊക്കെ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇവിടെ ഈ റൂം മൊത്തം ഇനി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം. ഫസ്റ്റ് എവിഡൻസ് ആക്സിഡൻ്റ് അല്ല, ഇതൊരു മർഡർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പൊസിഷനിൽ അത് ആക്സിഡൻ്റ് ആണെങ്കിൽ കിടക്കൂല എന്നൊക്കെ പറയാം. ഞാൻ എന്തായാലും ഇവിടുത്തെ എവിഡൻസ് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഗൈസ്, നമ്മൾ ഇവിടെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എവിഡൻസ് ആയിട്ട് 1, 2, 3 എന്നൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇനി ഹിഡൻ ആയിട്ടുള്ള ക്ലൂസ് നമ്മൾ ഇനി കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഓരോ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ക്ലൂസിൻ്റെ ആവശ്യമുണ്ട്. ബ്രീഫ് കേസോ, ഒരു ഏണി കിടപ്പുണ്ട്. ഇത് ഇനി ഹിഡൻ ക്ലൂ ആണ്, നമ്മളിവിടെ നോക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഓപ്ഷനൊന്നും കാണിച്ചിട്ടില്ല. ഏതോ ബ്രീഫ് കേസ് ആണ്ടോ നോക്കാൻ പറഞ്ഞു. ഓപ്പൺ ബ്രീഫ് കേസ്. ഇതിനകത്തുനിന്ന് സാധനങ്ങളെല്ലാം മിസ്സിങ് ആണ്. അതിന് ചിലപ്പോൾ പൈസ എടുക്കാനായിരിക്കും സെബാസ്റ്റ്യനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇനി ഈ ഏണി നോക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്ക്. അതല്ല, ഈ ഏണി തന്നെ നോക്കേണ്ട. ഇവിടെ ഇങ്ങനെ ഒരു ഏണി വരേണ്ട കാര്യമില്ലല്ലോ. ഏണിയല്ലേ, വിൻഡോ. ഇപ്പോഴാണ് നമ്മൾ ഏണി നോക്കുന്നത്. നമ്മൾ വിൻഡോ ആണ് നോക്കിയത്. ഈ വിൻഡോ ആരാ മാറ്റിയിട്ടുണ്ട്.
ഈ ഏണി വഴി കയറി വിൻഡോ ആരെങ്കിലും അടിച്ച് പൊട്ടിച്ചിട്ടായിരിക്കും സെബാസ്റ്റ്യനെ കൊന്നത്. അപ്പോൾ ഈ വിൻഡോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വിൻഡോന്ന് ഈ വിൻഡോയ്ക്ക് മാത്രം ഒരു കളർ ഡിഫറൻസ് ഉണ്ടാകും, വ്യത്യാസം. ഗൈസ് എന്തോ സൗണ്ട് കേട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഈ ടി വിന്നാണ് സൗണ്ട് വരുന്നത്. ടി വി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. യു ആർ നെക്സ്റ്റ് ഡിറ്റക്റ്റീവ്. നമ്മൾ അടുത്ത ഡിറ്റക്റ്റീവ് ആണെന്ന് പറയുന്നത്. സെബാസ്റ്റ്യനെ കൊന്നവൻ ഇവിടെ തന്നെയുണ്ട്. നമ്മളതിനെ അടുത്തത് കൊല്ലുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് വന്ന ഡിറ്റക്റ്റീവിനെ അവൻ കൊന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ യു ആർ നെക്സ്റ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കിനി നൈബറിൻ്റെ ഹൗസിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ നിന്ന് ഇത്ര മർഡർ കിടക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ക്യാൻ ഐ ഹെൽപ്പ് യു? ഓ ഗായ്സ്, ഇവരും നമ്മൾ ഫ്രാങ്ക് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 11 മണിക്ക് എന്തോ സൗണ്ട് കേട്ടു. പക്ഷേ ഇവർ നോക്കിയില്ല, കിടന്നുറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇവരാരും ഒന്നും വിട്ടു പറയുന്നില്ല. ഇങ്ങനെ സൗണ്ട് കേട്ടിട്ട് അവരാരും വന്ന് നോക്കിയതുമില്ല. നമ്മളിനി തിരിച്ച് എലനോറേൻ്റെ അടുത്തോട്ട് പോകണം. ഇവിടെ കണ്ണാടിയാണ്, വെടി കാണാൻ പറ്റുമോ? റിസോർട്ടുള്ള ലൊക്കേഷൻ കൊള്ളാം. മ്യൂസിക്കിനെ പറ്റാൻ ചേഞ്ച്. ഫ്രാങ്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് ചോദിച്ചു നോക്കുക. നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നേ. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അവനിപ്പം പോയേ പറ്റുള്ളൂ. ഫ്രാങ്ക് പോയി ഗൈസ്. ഫ്രാങ്കിട്ട് നമ്മൾ നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവൻ പോയി. അതിലെന്തോ കുഴപ്പമുണ്ട്. നമുക്കിവിടെ മൊത്തം സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. നമ്മൾ 602 തന്നെ റൂമാണ് ഇനി സെർച്ച് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഏണി വന്ന് മണ്ടേ വന്ന ആ ഫ്ലോറായിരിക്കും. ഏണി താഴോട്ടല്ലേ കിടന്ന, നമ്മൾ നേരെ അതിൻ്റെ മണ്ടേ വന്ന്. നമുക്ക് കീ വേണം അതിനകത്ത് കയറാൻ. നമ്മൾ ലോക്കൊക്കെ ഉപയോഗിച്ച് കയറാൻ നോക്കിയാൽ. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കള്ളനെ പോലെ ആയാലോ ഗൈസ്. തുറന്ന് കേട്ടോ. പൈസ കൊടുക്കണം. നമ്മളിവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഈ റോപ്പ് കണ്ടിട്ട് നമ്മൾ ഓരോ നിരീക്ഷണങ്ങൾ പറയുന്നേ ഉള്ളൂ. നമുക്കിനി എലനോറേനെ അടുത്ത് പോയി സംസാരിക്കണമെന്ന്. എലനോറ ആരാന്ന് അറിയാമ്പോൾ ഇവിടുത്തെ ഡയറക്ടർ നമ്മൾ ആദ്യം വന്നപ്പം കണ്ട. ഇനി ആ പെണ്ണിൻ്റെ അടുത്ത് പോയി സംസാരിക്കണം. നമുക്ക് ഇവിടെ നിന്നൊരു ഫോൺ കാൾ വിളിക്കാം. ഫോണുണ്ട് അവിടെ. നമ്മൾ എലനോറേനെ വിളിക്കുകയാണ്. നമുക്ക് ക്ലൂസ് കിട്ടിയത് ഒരു ആക്സിഡൻ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം, നമ്മൾ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള മർഡർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിനി താഴോട്ട് കൊല്ലണം. താഴോട്ട് ചെന്നിട്ട് എലനോറിൻ്റെ അടുത്ത് സംസാരിക്കാനാണ് പറഞ്ഞത്. ഫ്ലോർ 1 പോകാൻ പറഞ്ഞു. ലൈറ്റ് മൊത്തം പോയല്ലേ. ആരാണത്?
ഗുഡ് ബൈ ഡിറ്റക്റ്റീവ്. ഇവനാണെന്ന് തോന്നിച്ചില്ലത്. നമ്മളൊരു ഫോട്ടോ എടുത്ത അതിൻ്റെ ഇടയ്ക്ക് ദൈവൻ്റെ മുകളിലോട്ട് വെച്ചു. ഇവനാണ് ആ കില്ലർ. താഴോട്ട് വരെയാണ്. നമ്മൾ ചത്ത ഇല്ല കൈസ്. നമുക്ക് ബോധമുണ്ട്. ഓ ആ ലിഫ്റ്റ് പൊട്ടിച്ച് നമ്മളെ താഴോട്ടിട്ട് അവൻ പറഞ്ഞു നമ്മളാ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചത്തിട്ടില്ല. നമ്മളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറയും. നമ്മൾ ബേസ്മെൻറ്റിലെത്തി. ഒറ്റയടിക്ക് അവിടെ നിന്ന് ബേസ്മെൻറ്റിലെത്തി. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇവിടെ മൊത്തം സെർച്ച് ചെയ്ത് നോക്കണം. ഇവിടെ ടോർച്ച് ഇരിപ്പുണ്ട്. അത് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. ആ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത്ര കേട്ടോ. എന്താ സൗണ്ട് കേട്ടോ? നമ്മളടുത്ത് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിലാണ് എന്തിരിക്കോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത്രയും പേര് ഇവിടെ മിസ്സിങ് ആണെന്നുള്ള നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. ഇവിടെ ആരും താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബെഡൊക്കെ കിടക്കുന്നുണ്ട്. മിസ്സിങ് പേപ്പർ. ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഈ റിസോർട്ടിൽ വന്നവർ മിസ്സായിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് തിരിച്ചു പോകണം. ഇതാണ് പുറത്തോട്ടുള്ള വഴി. തുറക്കാൻ പറ്റും. ലോക്ക്ഡ് ആണെന്ന് പറയുന്നു. ജനറേറ്റർ ഓണാക്കേണ്ടി വരും. ഇവിടെ ലൈറ്റ് കൊണ്ടുവരണം. ഇവിടെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നാലേ തുറക്കാൻ പറ്റൂ. ഇലക്ട്രിക്കൽ ഡോറ ആണ് ജനറേറ്റർ. ഇതങ്ങ് ഓണാക്കിയാൽ പോയി. ജനറേറ്റർ ഓണാക്കിയിട്ട് ഇനി ഇതുവഴി പോകാൻ പറ്റും. തുറന്നു വന്നു. ഞാൻ അവിടെ ഇരുന്ന് ഈ ലൈറ്റ് എടുക്കാൻ നോക്കിയത്. പക്ഷെ പൈസ കൊടുക്കും. നമ്മൾ കൊല്ലാൻ നോക്കുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടെല്ലാം നോക്കിയും കണ്ടും വേണം ഇനി ചെയ്യാനെന്നാണ് പറയുന്നത്. വഴി പോകാൻ പറ്റൂല. ഞാൻ വിചാരിച്ച് നമ്മളവിടെ സ്റ്റക്കായിരുന്നു. നമ്മളിവിടെയാണ് വന്ന് റിസോർട്ടിൻ്റെ ബേസ്മെൻറ്റ് പോയി. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും റിസോർട്ടിൽ തന്നെ പോവുകയാണ്. നമ്മൾ റിസോർട്ടിൽ തന്നെ തിരിച്ചെത്തി. പീക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് ഇവിടെ എന്തോ ആരും സംസാരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ കൂടെ ഒളിഞ്ഞു നോക്കിയാണ്. നോക്കയല്ലേ. ഹലോ ബോസ്. ഓ ഇവളാണ് നമ്മളെ കൊല്ലാൻ ശ്രമിച്ച എലവേറ്റർ താഴോട്ട് ഇട്ടിട്ട്. അപ്പോൾ ഈ റിസോർട്ടുകാർക്ക് ഇതിൽ പങ്കുണ്ട് ഇങ്ങനെ ആൾക്കാർ മിസ്സിങ് ആവുന്നതിൽ. നമ്മൾ മരിച്ചെന്നാണ് എലനോറ വിചാരിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ജീവനോടുണ്ട്. സെബാസ്റ്റ്യനെ കൊന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. അവൾ പറയുന്നുണ്ട് മണി സേഫായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവർ വിചാരിച്ചേക്കുന്ന എല്ലാം തീർന്നെന്നാണ്. പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ല. ഒന്നും തീർന്നിട്ടില്ല. എന്താണ്
ഇവൻ്റെ പേരെന്തുമായിരുന്നു ഈ മറ്റേ പോലീസുകാരെ നമ്മളെ കൊണ്ടൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നു. പണിയാവും. ഫോളോ ദി പോലീസ്. അയ്യോ അവൻ നമ്മളെ ഓടിക്കുന്നു. ഓടിക്കോ ഗായ്സ്. അവൻ നമ്മളെ പിന്നാലെ തന്നെയുണ്ട്. നമ്മൾ ഈ പോയിന്റ് ഫോളോ ചെയ്ത് പോകണം. നമുക്ക് സ്റ്റാമിന കുറവാണ്. അയ്യോ പിന്നാലെ ഇല്ല. പോയെന്നാ തോന്നുന്നു. അല്ലല്ല സൗണ്ട് കേൾക്കുന്നു. ഓടിയോ ഇങ്ങോട്ടാ നമ്മൾ രക്ഷപ്പെട്ടാന്ന് തോന്നുന്നു. നമ്മളൊരു പുല്ലിൻ്റെ ഇടയിൽ കയറി വിളിച്ചിരുന്നു. നമ്മൾ ഗ്രേറ്റ് ഡിറ്റക്റ്റീവാണ്. അതുകൊണ്ട് നമ്മളാർക്കും പിടിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളെപ്പോലെ ഒരിടത്തിനെ കണ്ടതേ ഉള്ളൂ. നമ്മളെ ക്ലിയറായിട്ട് കണ്ടില്ല. നമ്മൾ ജീവനോടെ ഇരിക്കാൻ ഒരു സാധ്യതയില്ലെന്നാണ് പറയുന്നത്. അവർ രണ്ടേരും വിശ്വസിച്ച് നമ്മൾ ജീവനോടെ ഇല്ല, മരിച്ചത് വേറെ ആരാണ് വന്നതെന്നാണ് അവർ വിചാരിച്ച് ചെയ്യുന്നത്. പോ അവർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോച്ചേൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങാം. ഈ ബിൽഡിങ് ഇവിടെ വേറൊരു ബിൽഡിങ് ഉണ്ട്. അതിനകത്തോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇതല്ലടാ വഴി. വേറെ വഴിയുണ്ട്. ആ ബിൽഡിങ് അല്ല, ഈ ബിൽഡിങ്. ബിൽഡിങ് മാറി കയറി പോയതാ. ഫ്ലാഷ് ലൈറ്റ് എടുത്തുപിടി. സ്റ്റക്കായിരിക്കുകയാണെന്ന് പറയാൻ. ചവിട്ടി പൊളിക്കേണ്ടി വരും. ലോക്ക് പിക്ക് ചെയ്യണം. സ്റ്റക്കായതുകൊണ്ട് തുറന്നു വന്നു. നമ്മൾ ചവിട്ടി പൊളിച്ചു. ഇതാരും ഉപയോഗിക്കാത്ത ഒരു പഴയ ബിൽഡിങ്ങാണ്. നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മളത് ഈ ഡോറിൻ്റെ സ്ഥാനത്ത് ഈ മറ്റേ അലമാര വെച്ച് അടച്ചു വെച്ചേക്കാം. ഇനി നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇനി ആ കില്ലർ വല്ലതും അങ്ങോട്ട് കയറി വന്നാലേ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഡോർ അടച്ചു വെച്ചാൽ നമ്മൾ ഡോറ് ചവിട്ടി പൊളിച്ചുകൊണ്ട് അലമാര എടുത്ത് അവിടെ വെച്ചതന്നേ ഉള്ളൂ. എന്തോ ഇവിടെ ഒരു ബോർഡുണ്ടല്ലോ. നമ്മളെ ക്ലൂസ് എല്ലാം ഇവിടെ ഇനി നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോവുക. ഇവിടെ വന്ന് ഒരുപാട് പേര് ഇങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ട്. ഈ ഓഫീസുകാർ ഇങ്ങനെ ഈ റിസോർട്ടുകാർക്ക് ഇതിലൊരു പങ്കുണ്ട്. കണ്ട കില്ലറിൻ്റെ ഫോട്ടോ നമ്മുടെ അടുത്തായിരുന്നു. മാസ്ക് ഇട്ടോണ്ടാ വന്ന. ഇതാരാണെന്ന് അറിയത്തില്ല നമുക്ക്. ഇത്തിരി കണ്ടുപിടിക്കണം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? കില്ലർ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി തിരിച്ചു പോകണം റിസോർട്ടിലോട്ട്. ഇനി റിസോർട്ടിൽ പോയാൽ അവരെല്ലാം കൂടെ നമ്മളെ കൊന്നുകളയും. റിസോർട്ടുകാർക്ക് മൊത്തം ഇതിൽ പങ്കുണ്ട്. ഈറ്റ് മീ നിയർ ദി ബോട്ട് ഡിറ്റക്റ്റീവ്. നമ്മളടുത്ത് ബോട്ടിൻ്റെ അടുത്ത് വന്ന് നമ്മളെ മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആരാ? ഞാൻ കില്ലറാണ്. അല്ല, കില്ലർ ഇവിടെ ഉണ്ട്. അത് വേറെ ആരോ തോണ്ടവൻ ചവിട്ടി പൊളിക്കാൻ നോക്കും. ഇതെവിടെ ഉണ്ടെങ്കിൽ നമ്മളത് ബോട്ടിൻ്റെ അടുത്ത് വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞാരായിരിക്കും.
നമ്മളിനി എന്തിനാണ് ഇവിടെ നോക്കുന്നത്? ഏത് വഴി പോകണം? ജനലെല്ലാം ചാടിപ്പോകേണ്ടി വരും. ആ വിൻഡോ തന്നെ. ഏത് ജനൽ? ഈ ജനൽ. ഈ ജനൽ. ഇതിനകത്ത് ഓരോ ഓപ്ഷൻ കാണിക്കും, നമുക്ക് അതുവഴിയേ പോകാൻ പറ്റുള്ളൂ. ചാടിക്കോ, ഒന്നും പറ്റൂല, കാലോടിയത്തേ ഉള്ളൂ. നമ്മൾ ചാടി ആ സമയത്ത് തന്നെ അത് പൊട്ടിച്ച് കയറി. നമുക്കിനി ഇവിടെ നോക്കണം. നമ്മളെ കാണുമല്ലോ, കണ്ടു. വീണ്ടും പുല്ലിൻ്റെ ഇടയിൽ കയറി ഇരിക്കേണ്ടി വരും. ഓക്കോ, നമ്മൾ കണ്ട വഴി കൂടെയാണ്. നമ്മൾ പിന്നാലെ ഇല്ലേ? നമുക്ക് ഓടാം, ചുമ്മാ റിസ്ക് എടുക്കണ്ട. നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തി. ബോട്ടിൻ്റെ അടുത്ത് നമ്മൾ ആരെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പുല്ലിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരുന്നു. നമ്മൾ ബോട്ടിൻ്റെ ഇടയിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ്. ബോട്ട് എടുത്തുകൊണ്ട് തിരിച്ചു പോയാലോ? ഇതാരാണ്? ഇത് മറ്റേ പെണ്ണല്ലേ അവിടെ നമ്മൾ ഫസ്റ്റ് ചോദ്യം ചെയ്ത ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സീക്രട്ട് ഏജൻ്റാണ്, സ്പെഷ്യൽ ഏജൻ്റാണ്. ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇങ്ങനെ മർഡറൊക്കെ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കും. ഒരുപാട് പേര് ഈ ഹോട്ടലിൽ വെച്ച് റിസോർട്ട് വെച്ച് മിസ്സിങ് ആയില്ലേ, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് 2 ഓപ്ഷൻ തരാമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ നമ്മൾ ഈ ബോട്ട് എടുത്തോടെ തിരിച്ചു പോകണം, അല്ലെങ്കിൽ എവിഡൻസ് കണ്ടുപിടിക്കാൻ അവളെ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് 57 സെക്കൻഡ്സേ ഉള്ളൂ ഡിസിഷൻ എടുക്കണം. ഒന്നെങ്കിൽ ബോട്ട് എടുത്തുകൊണ്ട് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിൽ കയറി ഇത് അന്വേഷിക്കണം. നമുക്ക് ബോട്ട് എടുത്തുകൊണ്ട് പോയാലേ അന്വേഷിക്കണം. ഇത് 2 ഇതായിട്ടായിരിക്കും, 2 എൻഡിങ് ആയിരിക്കും. നമുക്ക് ഒന്ന് ഈ ബോട്ട് എടുത്തുകൊണ്ട് പോയി ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ കയറി അന്വേഷിക്കാം. 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഈ ബോട്ടും കൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാം. അടുത്ത പാർട്ടി വന്നിട്ട് നമുക്ക് ഇവിടുത്തെ എവിഡൻസ് കളക്ട് ചെയ്യാം. എസ്കേപ്പ് ആകാൻ പോവുകയാണ്. നമുക്ക് അടുത്ത പാർട്ടിയിൽ തന്നെ ഈ മറ്റേ എൻഡിങ്, അവിടെ എവിഡൻസ് കളക്ട് ചെയ്യുന്ന എൻഡിങ് കംപ്ലീറ്റ് ആക്കാം. നമ്മളിനി ബോട്ട് എടുത്തോണ്ട് തിരിച്ചു പോകാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മളെ ക്യാമറ തിരിച്ചു കൊടുക്കണം. തിരിച്ചു ഇനി പോവാല്ലേ? നമ്മളിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഗുഡ് ബൈ ഡിറ്റക്റ്റീവ്. ഞാൻ പോവാണ്, എനിക്കൊന്നും വയ്യ. എസ്കേപ്പ്ഡ്. നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ട്. നമുക്കിനി അടുത്ത പാർട്ടിനകത്ത് എവിഡൻസ് കളക്ട് ചെയ്ത കില്ലറിനെ പിടിക്കാം.